എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മസാലയൊന്നും വഴറ്റി ഒരുപാട് സമയം കളയാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങോട് കൂടിയ പുഴുങ്ങിയ മുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഞാൻ ഒരു 2 കോഴിമുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. ഉരുളക്കിഴങ്ങിന്റെ എല്ലാ ഭാഗവും ഒരേപോലെ നന്നായിട്ട് വേഗുന്ന രീതിയിൽ വേണം നമ്മൾ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുമോ, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഉടച്ചിട്ടെടുത്താലും മതി. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു സവാളയുടെ പകുതി ഇതുപോലെ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രീൻ പീസ് ഞാനൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഫ്രോസൺ ഗ്രീൻ പീസ് വേവിച്ചതാണിത്. നിങ്ങൾക്ക് ഡ്രൈഡ് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തി അത് വേവിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നമ്മളിത് റോൾ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് ഉടയ്ക്കണ്ട. അത്യാവശ്യം ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഗ്രീൻ പീസ് വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു അത്യാവശ്യം വലിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ക്യാപ്സിക്കം ഇതുപോലെ തിരി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആണ്. ഇതുപോലെ റെഡ് ക്യാപ്സിക്കോ അല്ലെങ്കിൽ ഗ്രീനോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഫില്ലിങ് മസാല ഒന്നും വഴറ്റിയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫില്ലിങ്ങിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ ഇതുപോലെ ചാറ്റ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ചാറ്റ് മസാല ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുത്തത് 1/4 ടീസ്പൂൺ അല്ലേ, അതൊരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ ഈ ഒരു ചാറ്റ് മസാലയും കൂടി ചേർത്ത് ഈ ഒരു ഫില്ലിങ് റെഡിയാക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മളൊരു മസാല ഒന്നും വഴറ്റാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം നാരങ്ങാ നീരും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നാരങ്ങാ നീര് കൂടി പോവരുത്. ഈ ഒരു ഫില്ലിങ്ങിന് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഇതുപോലെ നമ്മളൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു ചേരുവകളെല്ലാം ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മൈദയും ഗോതമ്പ് പൊടിയും നിങ്ങൾക്ക് പപ്പാതി അളവിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ അയമോദകം ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഈ ഒരു സ്നാക്സ് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നമ്മൾ മാവ് കുഴച്ചിട്ടെടുക്കുമ്പോഴാണ്. മാവ് ഒരിക്കലും സോഫ്റ്റ് ആയി പോകരുത്. അത്യാവശ്യം നമ്മൾ കട്ടിക്ക് തന്നെ വേണം ഈ ഒരു മാവ് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് നമ്മൾ മാവ് സോഫ്റ്റ് ആക്കിയാണ് കുഴച്ചെടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു മാവ് പരത്തി അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് റോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കത് മടക്കിയെടുക്കാനും അതുപോലെ തന്നെ കട്ട് ചെയ്ത് കറക്റ്റ് ഒരു ഷേപ്പൊക്കെ കിട്ടാനൊക്കെ പ്രയാസമാവും. അപ്പോൾ അത്യാവശ്യം കട്ടിക്ക് ഇതുപോലെ വേണം നമ്മൾ മാവ് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയുള്ള മാവൊക്കെ നമ്മൾ അത്യാവശ്യം കുറച്ച് കട്ടിക്ക് കുഴച്ചെടുത്താലും കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത് വീണ്ടും ഇരുന്നങ്ങ് സോഫ്റ്റ് ആയി പോകും. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാനേ വെക്കണ്ട. അപ്പോൾ ഈ ഒരു മാവ് ഞാൻ 2 തവണയായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു മാവ് പരത്തിയെടുക്കുന്ന സമയത്തും ഒരുപാട് കട്ടി കുറഞ്ഞും പരത്തരുത് കേട്ടോ. അത്യാവശ്യം ഒരു കട്ടി ഉണ്ടായിരിക്കണം ഇത് പരത്തിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിൻ്റെ പകുതി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പകുതി നമുക്ക് രണ്ടാമത്തെ ഒരു മാവ് പരത്തി അതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പകുതി ഈ ഒരു ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ടയില്ലേ, അതിൽ ഒരു മുട്ട എടുത്തിട്ട് ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡ് പിടിച്ചിട്ട് പതിയെ ഇതുപോലെ ഒന്ന് മടക്കി കൊണ്ടുവരിക. ഞാൻ ഒരു മാവ് പരത്തുന്ന സമയത്ത് പറഞ്ഞില്ലേ, മാവ് ഒരുപാട് സോഫ്റ്റ് ആയി പോകരുത്. അത്യാവശ്യം കട്ടിക്ക് വേണം നമ്മൾ പരത്താൻ വേണ്ടിയിട്ടെന്ന്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത്
ആ ഒരു മാവിന് അത്യാവശ്യം ഒരു കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു അറ്റം രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. കത്തി വെച്ച് നമ്മൾ അമർത്തി അങ്ങ് കട്ട് ചെയ്തിട്ട് എടുക്കാതെ നമ്മൾ കേക്ക് ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ പതിയെ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോന്നും എടുത്തിട്ട് പതിയൊന്ന് വിടർത്തി ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ നാക്കി കൊടുക്കുക. കൈ കൊണ്ട് ഒരുപാട് പ്രസ് ചെയ്ത് അമർത്തൊന്നും വേണ്ട. ഇതുപോലെ നമ്മൾ ഒരു സൈഡിലൊന്ന് നൂർത്ത് ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് വെച്ച് കൊടുക്കാൻ പോകുന്ന ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പൊടിയൊന്ന് തൂക്കി കൊടുക്കണം കേട്ടോ. ആ ഒരു പാത്രത്തിലേക്ക് നമ്മളിത് വെച്ച് കൊടുക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു രീതിക്ക് നമുക്ക് രണ്ടാമത്തെ ഒരു മാവും പരത്തിയിട്ട് ഈ ഒരു ഫില്ലിങ് ബാക്കിയുള്ളത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഒരു മുട്ട ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് കണ്ടില്ല, ഇതുപോലെ എല്ലാം തന്നെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു ബാറ്റർ ഒരുപാടെങ്കിലും ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് കട്ടി ഉണ്ടാകാനും പാടില്ല. ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് കട്ടി ഉണ്ടാകാനും പാടില്ല, എന്നാൽ തീരെ അങ്ങ് വെള്ളം പോലെ ആകാനും പാടില്ല. ഇനി നമ്മൾ ഇതുപോലെ റോൾ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നും എടുത്തിട്ട് ഈ ഒരു ബാറ്ററിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ തീ ഒരുപാടങ്ങ് കൂട്ടിയിട്ട് കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വേകാനുള്ള ഒരു സമയം കൊടുത്ത് പുറമെ അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിത് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് പുറമെ നന്നായിട്ട് ഇതുപോലെ നിന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിത് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാം തന്നെ ഞാനിപ്പോൾ ഇതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് നിങ്ങളൊന്ന് മുറിച്ചും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓരോന്നും പരത്തി അതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നതിന് പകരം ഇതുപോലെ വലുതാക്കി പരത്തി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്കിത് ചെയ്തെടുക്കാനും എളുപ്പമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്നതിന് പകരം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ഒരു ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇനി പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.